രാഷ്ട്രശില്പി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ദർശനങ്ങളും ചിന്തകളും പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജവഹർലാൽ നെഹ്റു സെന്റർ ഫോർ സ്റ്റഡീസ് ആൻഡ് ഡെവലപ്മെന്റിന്റെ 4ാമത് നെഹ്റു സെക്കുലർ അവാർഡാണ് മുല്ലപ്പള്ളി രാമചന്ദ്രന് സമ്മാനിക്കുക. നെഹ്റുവിയൻ മൂല്യങ്ങൾ സ്വജീവിതത്തിൽ പകർത്തുകയും അദ്ദേഹത്തിൻ്റെ മതനിരപേക്ഷ സങ്കല്പങ്ങൾ സ്വാംശീകരിച്ച് പൊതുജീവിതം നയിക്കുകയും ചെയ്യുന്ന മുല്ലപ്പള്ളി 7 തവണ പാർലമെന്റ് അംഗം, കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി, KPCC പ്രസിഡന്റ് തുടങ്ങിയ സ്ഥാനങ്ങൾ സമർപ്പണ മനസ്സോടെ രാഷ്ട്ര സേവനത്തിനും ജനസേവനത്തിനും വിനിയോഗിച്ച മഹത് വ്യക്തിത്വമാണ്. പൊതുജീവിതത്തിലും വ്യക്തിജീവിതത്തിലും ലാളിത്യവും സംശുദ്ധിയും കാത്തുസൂക്ഷിച്ച് ഇപ്പോഴും കർമ്മകുശലതയോടെ പ്രവർത്തിക്കുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രനെ ഡോക്ടർ ആർസു ചെയർമാനും RS പണിക്കർ, സമത് മംഗള എന്നിവർ അംഗങ്ങളുമായ അവാർഡ് നിർണയ കമ്മിറ്റി നെഹ്റു സെക്കുലർ അവാർഡ് 2023 ഏകകണ്ഠമായാണ് നിർദ്ദേശിച്ചത്. സെക്യുലർ ചിന്ത പുതിയ തലമുറയിൽ സൃഷ്ടിക്കാനും അവബോധമുണ്ടാക്കുവാനും അതോടൊപ്പം തന്നെ അതിന് ഏറ്റവും പ്രായോഗികമായിട്ടുള്ളത് നെഹ്റുവിയൻ ദർശനങ്ങളെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ യൂണിവേഴ്സിറ്റി ആസ്ഥാനമായിക്കൊണ്ട് ഇങ്ങനെ ഒരു വേദി 2019 ഞങ്ങൾ രൂപം നൽകിയത്. അപ്പോൾ അങ്ങനെ രൂപം നൽകി അത് ചില പ്രവർത്തനങ്ങളൊക്കെ നടത്തി. അതിൻ്റെ ഒരു ഭാഗമായി ഞങ്ങൾ തീരുമാനിച്ചു, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ് ഇതിൻ്റെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത്, യൂണിവേഴ്സിറ്റിയുടെ ഏരിയയാണ്. അപ്പോൾ ഞങ്ങൾ ഈ സെക്യുലർ മതേതര ദർശനങ്ങൾ നടത്തിക്കൊണ്ട് പൊതുരംഗത്ത്, സാംസ്കാരിക രംഗത്ത്, രാഷ്ട്രീയ മണ്ഡലത്തിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ജവഹർലാൽ നെഹ്റുവിൻ്റെ നാമധേയത്തിൽ ഒരു നെഹ്റു സെക്യുലർ അവാർഡ് ഏറ്റവും അനുയോജ്യരായ ആളുകളെ അതിനുവേണ്ടി ജഡ്ജസിനെ ജഡ്ജസ് പരിശോധിച്ച് തീരുമാനിക്കുന്ന ആളുകൾക്ക് വർഷം തോറും നെഹ്റു സെക്യുലർ അവാർഡ് നൽകാൻ തീരുമാനിച്ചു. ഈ 2023 അവാർഡ് സമർപ്പിക്കേണ്ട ആളെ തിരഞ്ഞെടുത്ത് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളത് ബഹുമാന്യനായ മുൻ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയും കൃഷി മന്ത്രിയുമൊക്കെ ആയിരുന്ന 7 പ്രാവശ്യം ഇന്ത്യയുടെ പാർലമെൻറ്റിൽ അംഗമായിട്ടുള്ള മുൻ KPCC പ്രസിഡന്റ്, ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ആദ്യത്തെ ചെയർമാൻ കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട ഏറെ ബഹുമാന്യനായ മുല്ലപ്പള്ളി രാമചന്ദ്രനെയാണ് പിന്നെ സെലക്ട് ചെയ്ത് ഐക്യകണ്ഠേന തന്നിരിക്കുന്നത്. ഞങ്ങൾ ആ അവാർഡ് അദ്ദേഹത്തിന് ഈ ഡിസംബർ മാസത്തിൽ സമർപ്പിക്കുന്നതായിരിക്കും. ഈ വർഷം ഡിസംബറിൽ മുല്ലപ്പള്ളിക്ക് അവാർഡ് സമ്മാനിക്കുമെന്ന് ഭാരവാഹികളായ AK അബ്ദുറഹ്മാൻ, PK പ്രദീപ് മേനോൻ, PPA ബാവ, സത്യൻ പുളിക്കൽ, മുസ്തഫ വാക്കത്തുടി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊണ്ടോട്ടി. വിരലിൻ്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.